പാലക്കാട് അട്ടപ്പാടി ജനവാസ മേഖലയിൽ ഒറ്റയാനിറങ്ങി. രാവിലെ 9:30 അട്ടപ്പാടി വട്ടലക്കിയിൽ ഇറങ്ങിയ കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. നാട്ടുകാരും RRTയും ചേർന്ന ആനയെ വനത്തിൽ കയറ്റാനുള്ള ശ്രമം തുടരുന്നു. ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇക്ബാൽ, ഈ ജനവാസ മേഖലയിൽ ഇപ്പോൾ എവിടെയാണ് ഈ കാട്ടാനയുള്ളത്? വനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം എന്തായി? രോഷിനി, ഇന്ന് വൈകിട്ട് 9:30 മണിയോടുകൂടിയാണ് അട്ടപ്പാടി ജനവാസ മേഖലയിൽ ഈ ഒറ്റയാൻ എത്തിയത്. നാട്ടുകാരും RRTയും ചേർന്ന് ഇപ്പോൾ ആനയെ വനത്തിലേക്ക് തന്നെ തിരിച്ചു കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അട്ടപ്പാടി വട്ടലക്കി മേഖലയിലാണ് ആന എത്തിയത്. വട്ടലക്കി, മട്ടത്തുകാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥിരമായി കാട്ടാനകൾ എത്തുന്നതും ആളുകൾക്ക് സ്ഥിരമായി നാശനഷ്ടങ്ങൾ വരുത്തുന്നതും പതിവായിരുന്നു. ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് വനവകുപ്പിന് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നൽകിയത്. പക്ഷേ ഏത് വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടും ആനകൾ വീണ്ടും തുടർച്ചയായി ഈ അട്ടപ്പാടിയുടെ അതായത് വട്ടലക്കി മേഖലയിലെ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. നാട്ടുകാരും അതുപോലെ തന്നെ RRT ഉദ്യോഗസ്ഥരും ശബ്ദമുണ്ടാക്കിയും മറ്റ് മാർഗങ്ങളിലൂടെയും ആനയെ കാട് കയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആന ഇവർക്ക് നേരെ തന്നെ നടന്നു നീങ്ങുകയാണ്. ആന കാട് കയറാൻ ഇതുവരെയും കൂട്ടാക്കില്ല. ഏതായാലും ഉടൻ തന്നെ ആനയെ കാട് കയറ്റാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ് ഇപ്പോൾ അട്ടപ്പാടി വട്ടലക്കി നടക്കുന്നത്. ജനവാസ മേഖലയിൽ സ്ഥിരമായി ആനകൾ എത്തുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വനവകുപ്പിന് ഇതിനു മുമ്പും നൽകിയിരുന്നു. പക്ഷേ ആനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാൻ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാര മാർഗം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് 9:30 മണിയോടുകൂടിയാണ് അട്ടപ്പാടി വട്ടലക്കി മേഖലയിലേക്ക് ഈ ഒറ്റയാൻ എത്തിയത്. ഏതായാലും നിലവിൽ ഇപ്പോഴും നാട്ടുകാരുടെയും RRTയുടെയും നേതൃത്വത്തിൽ ഈ ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇക്ബാൽ, ഈ അട്ടപ്പാടിയിൽ തന്നെ പല ഭാഗങ്ങളിലായി എപ്പോഴും കാട്ടാന ഇറങ്ങുന്നതാണല്ലോ. ഈ നിലവിലുള്ള ഈ പ്രദേശത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന ഇറങ്ങിയിട്ടുണ്ടോ? രോഷിനി, അവിടെയുള്ള പ്രദേശവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ആഴ്ച ഇത് 2ാം തവണയാണ് ഈ മേഖലയിലേക്ക് ഈ ഒറ്റയാൻ എത്തുന്നു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളാണ് നാട്ടുകാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. രോഷിനി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥിരമായി ഈ ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ എത്താറുള്ള ഒരു മേഖലയാണ് അട്ടപ്പാടി. ജനവാസ മേഖലയിലേക്ക് ഉൾപ്പെടെ ആനയും അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങൾ എത്തുകയും നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കുന്നതും പതിവാണ്. നിരവധി ആളുകൾക്കാണ് ഈ ആനയുടെ ആക്രമണത്തിൽ തന്നെ അട്ടപ്പാടിയിൽ ജീവൻ നഷ്ടമായത്. ഇതിനുശേഷം തന്നെ അട്ടപ്പാടിയിൽ ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ കൃത്യമായ ഒരു നടപടി ആവശ്യപ്പെട്ട് പലകുറി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്നു. പക്ഷേ ഇതൊന്നും ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല. തുടർച്ചയായ ആനകൾ നാട്ടിലേക്ക് തന്നെ എത്തുകയാണ്. ഏതായാലും ഇന്ന് രാത്രിയോട് കൂടിയാണ് ഈ അട്ടപ്പാടി വട്ടലക്കി മേഖലയിലേക്ക് ഈ കാട്ടാന എത്തിയത്. ഈ ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. രോഷിനി, ശരി, ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. അട്ടപ്പാടി വട്ടലക്കിയിൽ ഇറങ്ങിയ കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. ആനയെ വനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുകയാണ്.